ഹലോ, നമ്മളിന്നൊരു കുഞ്ഞ് യാത്രയിലാണ്. കൊച്ചു വെളുപ്പംകാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വരുന്നൊന്നുമില്ല, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വരുക കേട്ടോ. എൻ്റെ ഫ്രണ്ട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ദേണ്ട ഇങ്ങനെ നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ദേണ്ട സ്റ്റേഷനിൽ എത്തി. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അധികം ഒന്നും നിൽക്കേണ്ട വന്നില്ല, 10 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആളും ഞാനും ഒരേ ബിസിനസ് ചെയ്യുന്ന ജ്വല്ലറിയുടെ ഡ്രസ്സിൻ്റെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. ഞാനൊരു 13 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു 10:15 ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തി. നമ്മളിറങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അതെനിക്കൊരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുക, 1, 2, 3 സീറ്റ് നമ്പറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാവും. പിന്നെ നെയ് റോസ്റ്റ്, ഒരാൾ പൂരി ഒക്കെ കഴിച്ചു. കാരണം ഇനി കുറച്ച് അലച്ചിലുണ്ടേ, വിശക്കുവേ. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു തമിഴ്നാടിൻ്റെ ഒരു ബസ് കിട്ടിയേ. അപ്പം നമ്മളതിനകത്ത് കയറി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ ബാലരാമപുരത്തേക്കാണ് വന്നത്. നമ്മുടെ ഓണത്തിൻ്റെ ഒരു ചെറിയ പർച്ചേസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല നല്ല സെറ്റ് സാരികളും സെറ്റും മുണ്ടും ഒക്കെ കണ്ട് നമുക്കിഷ്ടം തോന്നുന്നത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമ്മളവിടെ വന്നു കേട്ടോ. നല്ല രസമാണ് അവിടെ. ഒരമ്പലവും വീടുകൾ, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടേക്കുന്നു. നല്ല രസം കേട്ടോ. എന്താ പറയാനായിട്ട്, നമ്മളൊരു തമിഴ്നാട്ടിലൊക്കെ ചെന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. ഞങ്ങൾ തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പല കടകളിലൊക്കെ കയറി ഇറങ്ങി. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് നോക്കി ഇപ്പോൾ ഒരു 5-6 കടകളിൽ കയറി ഇറങ്ങി. എന്നിട്ട് അതിൽ ബെറ്ററായിട്ടുള്ളിടത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേണ്ട ഇങ്ങനെ ചെറിയ വീടുകൾ പോലും ഇങ്ങനെ യൂണിറ്റാണ്. അവരിങ്ങനെ സാരികൾ നെയ്ത് തരും. നല്ല ഭംഗിയായിട്ടോ കേട്ടോ അവർ നെയ്യുന്നത്. നമുക്ക് ഒരത്ഭുതം, അയ്യോ ഇവരെങ്ങനെ ഇത് ചെയ്തെടുക്കുന്നു എന്ന്. ഒരു ചേച്ചിമാരല്ല കേട്ടോ, 5ഉം 6ഉം ഓരോ സ്ഥലത്ത് ഒരുപാട് ആളുകൾ വീടുകൾ പോലും ഇങ്ങനെ നെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് മോഡൽ പറഞ്ഞാലും എന്ത് പ്രിൻ്റ് ആയിക്കോട്ടെ എല്ലാം അവർ നമ്മുടെ ഇഷ്ടത്തിന് അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. കുറച്ച് നേരം അവർ നെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കിയൊക്കെ നിന്ന് കേട്ടോ. അവർ പറഞ്ഞു, വന്നോ, ഫോട്ടോ എടുത്തോ, വീഡിയോ എടുത്തോ, എവിടുന്നാണ് വരുന്നേ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴരും ഉണ്ട്, അതേപോലെ തന്നെ മലയാളീസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ഷോപ്പിലായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിലും എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. നമുക്കത് കണ്ടിട്ട് നല്ല സാധനങ്ങളാണ്, പക്ഷേ നമുക്കത് കണ്ടിട്ട് എടുക്കാൻ തോന്നിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് വന്നു. അവിടെ അത്യാവശ്യം നല്ല ഒരു വീട്ടിലാണ്. അവർ വീട്ടിൽ തന്നെ അവരുടെ ഹാളിൽ ഒരു റൂമിൽ അവരുടെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഷോപ്പ് അപ്പുറം എങ്ങാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മുണ്ട് മേടിക്കുന്നത്. അതവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. ഞാൻ കുറച്ചധികം ഡബിൾ മുണ്ടുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുക. 3 മണിക്കാണ് ട്രെയിന്. അപ്പം നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. ആ ഇന്ത്യൻ കോഫി ഹൗസിൽ തന്നെ കയറി കേട്ടോ. ചോറ് കഴിക്കാനൊന്നും വേറെങ്ങും പോയില്ല, കാരണം ഇന്ന് ട്രെയിൻ എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചു. പൊറോട്ടയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ ഒക്കെ പറഞ്ഞു കേട്ടോ. ആ കറിയൊക്കെ ഭയങ്കര എരിവായിരുന്നു. എനിക്ക് എരിവൊന്നും പറ്റില്ല കേട്ടോ. ഞാനതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. പൊറോട്ടയും ശോകമായിരുന്നു. പിന്നെ അതേണ്ട നമ്മൾ അവിടുന്ന് ട്രെയിനിൽ കയറി. ഇങ്ങനെ കീച്ചനൊക്കെ വിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, അവർ വന്നു. നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ദേണ്ട ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ വന്നു. ആളെന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോരുവാണ്. അങ്ങോട്ട് കാവടി തുള്ളിയൊക്കെയാണ് പോയെങ്കിലും തിരിച്ച് വന്നപ്പോഴത്തേക്കും മടുത്തു കേട്ടോ. എങ്കിൽ പോലും നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടന്നു. ഒരു തടസ്സവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സെറ്റായി. നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനും പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കേ.